തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓട്സ് കൊണ്ട് ഒരു പുട്ടുണ്ടാക്കാം. ഞാൻ ഇതേ ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ആരോഗ്യകരമായൊരു ആഹാരമാണ്. ഇന്ന് 100-90 പേർക്കും ഷുഗറുള്ളതാണ്. ഷുഗറുകാർക്ക് പറ്റിയ ഒരു ആഹാരമാണ്. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അളവെടുക്കേണ്ടത് നമുക്ക് എത്ര വേണോ അത്ര മാത്രം. ഇപ്പം നമ്മൾ 2 പേർക്ക് കഴിക്കാനുള്ള പുട്ടിനുള്ള ഓട്സ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണോ അത്ര മാത്രം എടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊണ്ടുവരണം. ഈ കളർ മാറാത്ത രീതിയിൽ വറുത്തെടുക്കണം. നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ ഓട്സ് വറുത്തെടുത്തു. വറുത്തൊക്കെ അധികം വറുത്തില്ല, നന്നായിട്ട് ചൂടാക്കി എടുത്തു. ഇനി നമ്മൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ റവയുടെ പരുവത്തിൽ പൊടിച്ചെടുക്കണം. നൈസാവരുത്, എന്നാൽ പൊടിയേം വേണം. ആ രീതിയിൽ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഓട്സ് പൊടിച്ചെടുത്തു. നൈസായില്ല, റവയേക്കാളും കുറച്ചും കൂടി പൊടിഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ രീതിയിൽ പൊടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് നനയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചൂടാറുന്നവരെ കാത്തിരിക്കാം. അരിപ്പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ കടലയോ ചെറുപയറോ പഴം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനും അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ നേന്ത്രപ്പഴം കണ്ടിച്ച് വച്ചേക്കാണ്. അത് നമ്മൾ ഒരുപാട് ആവിയിൽ വേവിക്കില്ല, വെള്ളത്തിലിട്ടാണ് വേവിക്കണം. കാരണം എന്താ വെച്ചാൽ പഴത്തിന് ഷുഗർ ഉണ്ട്. ഷുഗറുകാർക്ക് ഇത് നന്നായിട്ട് അധികം വെള്ളത്തിൽ വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞെടുത്താൽ അതിനുള്ള പവർ കുറയും. അതുകൊണ്ട് നമുക്കിന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാം. ധാരാളം വെള്ളത്തിൽ വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളയാം. ഇപ്പം നമ്മുടെ ഓട്സിൻ്റെ പുട്ടുപൊടി റെഡിയായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ച് 2 സ്പൂൺ വെള്ളം ഒഴിക്കുക. ഇതൊന്ന് കൈകൊണ്ട് നനയ്ക്കണമെന്നില്ല, സ്പൂൺ കൊണ്ടായാലോ. പോരാ, കുറച്ചും കൂടി വെള്ളം വേണം. ഇപ്പം നമ്മൾ ഓട്സിൻ്റെ പൊടി പുട്ടുപൊടി കണക്കാക്കി ഇങ്ങനെ നനച്ചെടുത്തു. ഇത് ചെറിയ കട്ടകളുണ്ട്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഇങ്ങനെ പൊടിച്ചാൽ പൊടിഞ്ഞു വരണം. പക്ഷെ നമുക്ക് 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വയ്ക്കാം. അതിനുശേഷം ഒന്നും കൂടി നൈസായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പഴം എന്തായെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തു. സാധാരണ ഇങ്ങനെ പുഴുങ്ങാറില്ല. ഇതിൻ്റെ സത്തൊക്കെ പോയി, സ്വീറ്റൊക്കെ പോയി, ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിൽ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിന് ഈ പഴം മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങയും പുട്ടുപൊടിയും റെഡിയായി. തരികളൊന്നും തന്നെയില്ല, നീറ്റായിട്ട് നനച്ചെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് 2 സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ഇതിൽ മിക്സ് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക്. ഞാനതായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇടും.
ഒരു പ്രാവശ്യം ഇട്ടാലും മതി. നമ്മൾ നടുക്ക് ഇത്തിരിയും കൂടി ഇടുന്നു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നടുക്ക് കുറച്ചും തേങ്ങ ഇടുന്നു. നമ്മളിതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേങ്ങ ഇടുന്നു. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം, കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ തേങ്ങ ഒരുപാട് ഉപയോഗിക്കുന്ന ആളായത് കാരണം കുറച്ച് തേങ്ങ കൂടുതലിട്ടു. ഇപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ ഓട്സ് പുട്ട് റെഡിയായി. ആരോഗ്യകരമായ ഓട്സ് പുട്ടാണ് ഇത്. പഴം പുഴുങ്ങി, ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ വേറെ ഏത് പഴം വേണമെങ്കിലും ആവും. കടലക്കറി അങ്ങനെയുള്ള വസ്തുക്കളായി സാധാരണ പുട്ടിന് ഉപയോഗിക്കുന്നതെല്ലാം ആക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ആരോഗ്യകരമാണിത്. ഷുഗറൊക്കെ ഉള്ളവർക്ക് അത്യുത്തമമായൊരു പുട്ടാണിത്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂലേ. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.